നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ജീവിക്കുന്നത് എന്റെ ഭാര്യയോടും മകനോടും ഒപ്പാ. അവരുടെ കുടുംബത്തിലാ, അതും അവർക്ക് ഷെയർ ഉള്ള തറവാട്ടിൽ. പിന്നെ അന്തസ്സുള്ള ഒരു തറവാട്. എന്താടി ചെമ്പകമംഗലം തറവാടിനൊരു കുഴപ്പം? ആ തറവാടിന്റെ അന്തസ്സിന് എന്തെങ്കിലും ഒരു കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിന്റെ അനിയത്തിയാ. ഇപ്പൊ നീയും. ഇതൊക്കെ 1000 വട്ടം ഈ നിൽക്കുന്ന എന്റെ നശിച്ച സന്തതിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ മോനെ. എന്ത് ചെയ്യാനാ? ശാപകാലത്ത് എനിക്കുണ്ടായ ഒരു അസുര വിത്തായി പോയി ഇവൾ. എന്റെ അനുജത്തിയോട് അവഗണന കാണിക്കുകയും അവളെ ഇല്ലാതാക്കുകയും ചെയ്ത ജയറാമിനെയും നന്ദിനിയെയും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. നിനക്കെന്താ യമധർമ്മന്റെ ജോലി കൂടി കിട്ടിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ആയുസെടുക്കുന്ന ജോലി. ഞാനേ ഇങ്ങനെ പോലെയല്ല, എനിക്ക് കൂടപ്പിറപ്പിനോട് സ്നേഹമുണ്ട്. നിന്റെ കൂടപ്പിറപ്പ് ചെയ്ത മഹത്തരമായ ജോലി എന്താടി? സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നല്ലവരായ ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം തകർത്തു. അയാളെ ചീറ്റ് ചെയ്ത് അവൾ അയാളെ അവളുടെ ഭർത്താവാക്കി. ആ പാവപ്പെട്ട പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചു. നിർത്ത്. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാടി അവളുടെ ആത്മഹത്യ. മാധുരി ആത്മഹത്യ ചെയ്തതൊന്നും അല്ല, അവളെ ആ ദ്രോഹി കൊന്നതാ. നീ എങ്ങനെ വിശ്വസിച്ചോ? പക്ഷേ മാധുരിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ ദൈവം നിനക്ക് വച്ചിട്ടുണ്ട്. അതിന് യാതൊരു സംശയം വേണ്ട. എനിക്ക് കിട്ടുന്ന ശിക്ഷയൊക്കെ ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ നിങ്ങളെ ഓരോരുത്തരെയും തോൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. എനിക്കാരെയും തോൽപ്പിക്കണമെന്നില്ല. പക്ഷേ എന്നെ തോൽപ്പിച്ചേ അടങ്ങുന്നു നീ വാശി പിടിച്ച പിന്നെ ഞാൻ ജയിച്ചിരിക്കും. എന്റെ മോനെ, ഇത് നിന്റെയും കൂടി വീടാ. നീയും സാവത്രിയും കൂടി ഇവിടെ വന്ന് ജീവിക്കേ. എന്നാലെങ്കിലും ഇവളുടെ ശല്യം ഒന്ന് കുറയുമല്ലോ. എനിക്കിതൊന്നും വേണ്ടച്ചാ. ഞാൻ എന്റെ അച്ഛന്റെ മോൻ തന്നെ. അച്ഛനെ പോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച മകൻ. എല്ലാം ഇവളെടുത്തോട്ടെ. പക്ഷേ എന്റെ ഭാര്യയും മകനെയും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്, ഭാര്യയും മകനെയും ഒന്നും ഭീഷണിപ്പെടുത്താൻ ഞാൻ വരുന്നില്ല. ആ മീനാക്ഷി ഇങ്ങ് തന്നേക്ക്. അവളെ എന്റെ മകളാ. ഇവൾക്കെന്താ വല്ല ഭ്രാന്തും ഉണ്ടോ? മീനാക്ഷി ഇപ്പൊ കാർത്തിയുടെ ഭാര്യ. അവളെ വേണോന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെന്നാല് അവന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചു കെട്ടും. മേടിച്ചു കെട്ടാൻ പോകുന്നതേ അവനായിരിക്കും. എന്റെ അച്ഛൻ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് ജയിപ്പിക്കരുത്. അച്ഛനെ നിനക്ക് വേണ്ടായിരിക്കും. എന്റെ അച്ഛൻ എനിക്ക് എന്റെ കാണപ്പെട്ട ദൈവമാണ്. പിന്നെ ഒരു വാക്കുകൂടി, എന്റെ സാവിത്രിയോടുള്ള നിന്റെ ബ്ലാക്ക് മെയിലിംഗ് അവസാനിപ്പിക്കണം. നീ പായസത്തിൽ അവൾക്ക് വിഷം കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. ഇനിയും അവളുടെയോ ഞങ്ങളുടെയോ നേരെ വന്നാൽ നിന്നെ ഞാൻ ഇന്ദ്രപുരിക്കല്ല കാലപുരിക്കയക്കും. കേട്ടോടി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.